ഹായ് ഹലോ കൂട്ടുകാരെ, 2024 മികച്ച സീരിയൽ ആക്ടർക്കുള്ള അവാർഡ് ആർക്കാവും കിട്ടുക? സച്ചി ഉണ്ട്, ആദർശ് ഉണ്ട്, നമ്മുടെ ഗീതാ ഗോവിന്ദയിലെ ഗോവിന്ദൻ ബ്രോയ് ഉണ്ട്, പിന്നെ നമ്മുടെ അർജുൻ ബ്രോയ് ഉണ്ട്, പിന്നെ വേറെ ഏതോ 2-3 പുള്ളിക്കാരൊക്കെ ഉണ്ട്. അതിൽ മെയിനായിട്ട് ഇപ്പോൾ കിട്ടാൻ ചാൻസ് കൂടുതലുള്ളത് ആദർശിന് കിട്ടാൻ ചാൻസ് ഉണ്ട്, സച്ചിക്ക് കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്, അതേപോലെ ഗോവിന്ദ് മാധവന് കിട്ടാൻ ചാൻസ് ഉണ്ട്, അർജുന് കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഗസ്സിങ്ങിൽ അർജുനല്ല കൂടുതൽ കിട്ടാൻ സാധ്യത, അതേപോലെ ഗോവിന്ദ് മാധവനല്ല കിട്ടാൻ സാധ്യത, അതേപോലെ ആദർശനല്ല കിട്ടാൻ സാധ്യത, നമ്മുടെ സച്ചി ബ്രോയ്ക്കാണ് കിട്ടാൻ സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സച്ചിയുടെ ആക്ടിങ് അത് ചില്ലറ ആക്ടിങ് ഒന്നുമല്ല, അമ്മാതിരിയുള്ളൊരു ആക്ടിങ്ങാണ്, അത് ജീവിക്കുകയാണ് ചെയ്യണത്. അതേപോലെ രേവതി ആയാലും മികച്ച ആക്ടർക്കുള്ള അവാർഡ് കിട്ടാനും സാധ്യത വളരെ കൂടുതലാണ്. നമ്മളൊരു കഥാപാത്രം കൊടുത്തു കഴിഞ്ഞാൽ അതിൽ 100-ൽ 150% നല്ല പെർഫോമൻസ് ചെയ്യണതാണ് സച്ചിയും രേവതിയും. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു സീരിയൽ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. കഥ മാത്രം നന്നായാൽ പോരാ, കഥാപാത്രങ്ങളും കൂടി നന്നാവണം. അതേപോലെ ഇപ്പോൾ ചന്ദ്രമതിയുടെ റോള്, വലിയ വില്ലത്തിയുടെ റോളാണ് ചന്ദ്രമതി കാണിക്കുന്നത്. ചന്ദ്രമതി അടിപൊളിയായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ രവിയേട്ടനായാലും ഈ പറഞ്ഞ മാതിരി ശ്രുതി ആയാലും ചെമ്പനീർ പൂവ് സീരിയൽ ഇമാതിരി റേറ്റിങ്ങിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം അതിൽ അഭിനയിക്കുന്ന ഒരാളാണെങ്കിൽ ഒരാൾ അത്രയും ടോപ്പായിട്ട് നിൽക്കണോണ്ടാണ്. അല്ലെങ്കിൽ അങ്ങനെ ആവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നമ്മുടെ വീഡിയോയുടെ അടിയിലൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അത് പറയാൻ വേണ്ടി വന്നതാണ്.